അസീസ് കയുടെ ഈ തലോടലും തണലും അനുഭവിച്ചവരാണ് നമുക്കറിയാം. അസീസ് ക ഈ മേഖലയിൽ അത്രയ്ക്ക് ഒരു മാതൃകാപരമായ പ്രവർത്തനം മാപ്പിളപ്പാട്ടിന്റെ മേഖലയിൽ പുതിയ തലമുറക്ക് ഒരുപാട് സേവനങ്ങൾ നൽകിയ ഒരു അപൂർവ വ്യക്തിത്വങ്ങൾ. സാധാരണ ഒരു പാട്ടുകാരൻ എന്നുപരിയായി ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. മൊഗ്രാലിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പേരിലുള്ള ഒരു സബ് സെന്റർ അവിടെ ആരംഭിച്ചപ്പോൾ അതിന്റെ ചെയർമാനായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ട് അസീസ് കെ ആയിരുന്നു. അങ്ങനെ ഈ മേഖലയിലെ സജീവ സാന്നിധ്യം, സാഹിത്യ മേഖലയിലുള്ള സാന്നിധ്യം, അത് ഒരു പാട്ട് ട്രൂപ്പ് എന്നതിലപ്പുറമുള്ള ഈ മേഖലയെ പരിപോഷിപ്പിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഒരു കലാകാരനാണ്. ഒരു വേള അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു പാട്ടുണ്ട്. മലയാള പൂമണിമാറിൽ പൊന്നരഞ്ഞാടിൽ മുത്തുപതിച്ച് മാപ്പീള പാട്ടിൻ്റീരടിക്കൊത്തൊരു ബഹുമാനി കൊണ്ടോട്ടി മേലങ്ങാടിയിൽ മോയിൻകുട്ടി വൈദ്യർ മഹാകവി കണ്ടാര കട്ടില് മങ്കയെ കാട്ടിയ ബഹുമാനി ബദറുൽ മുനീർ ജമാനി. ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേട്ട, അന്ന് ഗാനമേളയിൽ കേട്ടൊരു പാട്ടാണ്. അസീസ് തായിനിയാണ് ഈ പാട്ട് എഴുതിയത് എന്ന് മോയിൻകുട്ടിയെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിലാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ മനോഹരമായിട്ട് പാട്ട് എഴുതാൻ കഴിവുള്ള അസീസ് ഖായുടെ ഒരു രീതി എങ്ങനെയാണ്? സാധാരണ ആ ഒരു ട്രൂപ്പതിലുപരിയായി ഒരുപാട് പാട്ടെഴുത്തുകാർ ഒരു ജോലി പോലെ, ഒരു ഓഫീസ് ജോലി പോലെ പാട്ടെഴുത്തുകാർ ഒരു ഭാഗത്ത് ജോലിയെടുക്കുന്നു, ഒരു ഭാഗത്ത് പാട്ടുകാർ പാടിക്കൊണ്ടേയിരിക്കുന്നു. ആ തരത്തിൽ കേരളത്തിൽ വേറെ ഒരാൾ ഈ മേഖലയെ ഇങ്ങനെ സമ്പുഷ്ടമാക്കിയില്ല. അങ്ങനെ ഒരുപാട് എഴുത്തുകാരെയും പാട്ടുകാരെയും സൃഷ്ടിച്ച ഒരുപാട് ശിഷ്യകളുള്ള ഒരു ഗുരുനാഥനാണ് പ്രിയപ്പെട്ട അസീസ് ഖാൻ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അവാർഡിന് മറ്റൊരു ചോയ്സ് ഈ മൂസാരജോളി ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അസീസ് തായിനിക്ക് ഒരു അവാർഡ് നൽകുമ്പോൾ അത് മാപ്പിളപ്പാട്ടിന് കൂടി നൽകുന്ന അവാർഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട മൂസാ ഇരഞ്ഞോളി എന്നൊരു അതുല്യ പ്രതിഭയുടെ പേരിൽ ഈ വർഷത്തെ അവാർഡ്, അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ ഒരു സുൽത്താനായി വാഴുന്ന പ്രിയപ്പെട്ട അസീസ് തായിനിക്ക് നൽകുന്ന മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട നസീർ എരഞ്ഞോളി മൂസക്കയുടെ മകനാണ്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് നടക്കുന്നത് എന്നുള്ളത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് ഈ അവാർഡ് ദാനത്തിനും ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനുമായി പ്രിയപ്പെട്ട മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവരുടെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ക്ഷണിക്കുകയാണ്.